എടാ ഇനി ഒന്നും നോക്കാനില്ല കേട്ടോ. ഇനി പഠിച്ചു തുടങ്ങിക്കൊണ്ട് ഓണപരീക്ഷന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വർത്താനൊന്നുമില്ല. സ്കൂൾ തുറന്നപ്പോഴേക്കും ഓണപരീക്ഷന്റെ തീയതി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്താ ചെയ്യല ഇനി ഒന്നും ചെയ്യാനില്ലടാ. പഠിച്ചു തുടങ്ങൽ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഇത് കേട്ട ഉടനെ ഞാൻ എടുത്തുകിട്ട് ഓടിയതാണ്. എൻ്റെ മക്കളൊന്ന് അറിയിക്കട്ടെ, ഈ കാര്യങ്ങളൊന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. മക്കളെ, എന്ന് മുതലാണ് നമ്മൾ ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ മാസം 4-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെപ്റ്റംബർ 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് നമ്മുടെ ഓണപരീക്ഷയുടെ തീയതി എന്ന് പറയുന്നത്. കണ്ട മക്കളെ, 4 മുതൽ 12-ാം തീയതി വരെ ഓണം എക്സാം നടക്കും. കറക്റ്റായിട്ട് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയും സമയമില്ലേ, ഇതിപ്പോൾ ജൂണല്ലായിട്ടുള്ളൂ. ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്. മക്കളെ, ഇതേപോലെ എന്തായിരിക്കും ഈ 3 മാസം ഒന്ന് സ്പീഡായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ക്ലാസ് 7 നമ്മുടെ എജുപോർട്ടിൻ്റെ ക്ലാസ് 7 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ഇതേപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ അറിയിക്കണമെങ്കിൽ എപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ കയറുന്നവരാണോ? ആയിരിക്കണമെന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ യൂട്യൂബ് കയറി കഴിഞ്ഞാൽ തന്നെ ഇത് കാണും. പക്ഷെ അല്ലാതെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലുണ്ട്. നമുക്ക് വാട്സപ്പിലൂടെ കാര്യങ്ങളൊക്കെ അറിയിക്കും. സാറേ, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 7 കമ്മ്യൂണിറ്റി ചാനലിലേക്ക് നിങ്ങൾ കയറും. അതിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയിക്കും. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതെന്ത് ചെയ്യണം? അറിയിച്ചു കൊടുക്കണം. ഇത് മാത്രമല്ലടാ, നിങ്ങൾക്ക് സ്കൂളില്ലാത്ത കാര്യങ്ങളും, നിങ്ങൾക്ക് എക്സാം ഡേറ്റുകളും, എക്സാമിന് എങ്ങനെ പഠിക്കുക എന്നുള്ളതും, എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതും എല്ലാ കാര്യങ്ങളും നമ്മൾ മക്കളെ ഇതിലൂടെ അറിയിച്ചു തരും. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ. ഏത് മാസം? സെപ്റ്റംബർ മാസം. എന്നിട്ടോ 13-ാം തീയതി ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. 13-ാം തീയതി നമുക്ക് ഏകദേശം 12-ാം തീയതി കഴിഞ്ഞു നമ്മുടെ സ്കൂളിൽ ക്ലോസ് ചെയ്യും. എന്നിട്ട് 10 ദിവസം ലീവ് കിട്ടുമടാ, ലീവ് കിട്ടും. എന്നിട്ട് റീ ഓപ്പണിംഗ് ഡേറ്റ് 23-ാം തീയതിയാണ്. 23-ാം തീയതി വീണ്ടും സ്കൂള് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും. അപ്പോൾ മക്കളെ മനസ്സിലാക്കണം, നമ്മുടെ എക്സാം ഡേറ്റ് എല്ലാവർക്കും, ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. മക്കളെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ഓണം എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പാരൻസിൻ്റെ മുന്നിലൊക്കെ അടിപൊളിയാവണ്ടേ? അതിന് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിക്കാൻ സാറേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുതിയ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തുടങ്ങുന്നേ ഉള്ളൂ ടീച്ചേഴ്സ്. എടാ, നിങ്ങൾക്ക് എന്നും എജുപോർട്ടിൽ ലൈവ് ഉണ്ട്. കൃത്യം 7:00 നിങ്ങൾ വന്നാൽ മതി. എന്നും 7:00 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും എങ്ങനെ പഠിക്കാം, ഓരോ ചാപ്റ്ററും മെല്ലെ 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 മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് തരാൻ ആരുണ്ട്? ഞങ്ങളുണ്ട്. ഇത് എൻ്റെ ഉറപ്പാണ്. എൻ്റെ ഉറപ്പ് മാത്രമല്ല, എജുപോർട്ടിൻ്റെ വമ്പിച്ച ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മളെ കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ടാവും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ ക്ലാസ് 7 എജുപോർട്ടിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെത്തും. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമിന് പഠിച്ചു തുടങ്ങാം. ഒരു ബേജാറും ഒരു പേടിയും ഒരു ടെൻഷനും വേണ്ട. നമ്മളിലൂടെ കൂടെ നമ്മളുണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാം? നമ്മൾ ഒരുമിച്ച് മുന്നേറും. അപ്പോൾ ഹാപ്പി അല്ലേ? ഹാപ്പി ആയിരിക്കാം. ബൈ ബൈ.